Welcome to Complementary Electronics Semester 3. This is chapter number 24 from B.L. Tiraja textbook. Today we see the chapter unit 3 of the syllabus decimal system and frequency response. Decimal system and frequency response, and this is class number E1, and here we see decimal system. അപ്പോൾ ഇത് കോംപ്ലിമെൻ്ററി ഇലക്ട്രോണിക്സ് സെമിസ്റ്റർ 3 ചാപ്റ്റർ 24. സിലബസിൽ യൂണിറ്റ് 3 ആയിട്ടാണ് ഈ ചാപ്റ്റർ 24 കൊടുത്തിരിക്കുന്നത്. ചാപ്റ്ററിൻ്റെ പേര് ഡെസിബൽ സിസ്റ്റം ആൻഡ് ഫ്രീക്വൻസി റെസ്പോൺസ് എന്നാണ്. ചാപ്റ്റർ ഡെസിബൽ സിസ്റ്റം ആൻഡ് ഫ്രീക്വൻസി റെസ്പോൺസ്. അതിൽ ആദ്യ പാർട്ടായിട്ട് നമ്മൾ ഡെസിബൽ സിസ്റ്റം പറയുകയാണ്. ഡെസിബൽ സിസ്റ്റം, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഡെസിബൽ സിസ്റ്റം ഇൻ ഇലക്ട്രോണിക്സ്? അപ്പോൾ അതിനാദ്യമായിട്ട് എന്താ ഡെസിബൽ ഡെഫിനേഷൻ പഠിക്കണം. അതുപോലെ തന്നെ അതിനുശേഷം ഫ്രീക്വൻസി റെസ്പോൺസും പഠിക്കാം. നമുക്ക് 2 ക്ലാസ്സായിട്ടാണ് ഇത് തീരുള്ളൂ. അപ്പോൾ ഒന്നാമത്തത് ഡെസിബൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ഡെസിബൽ? ഡി ബി എന്നാണ് ഒരു സിമ്പിൾ. സ്മോൾ ഡിയും ക്യാപിറ്റൽ ബിയും ചേർത്ത് എഴുതുന്നതാണ് ഡെസിബൽ. കുത്തൊന്നും പാടില്ല. സ്മോൾ ഡി ക്യാപിറ്റൽ ബി. വാട്ട് ഈസ് ഡെസിബൽ ഓർ വാട്ട് ഈസ് 1 ഡി ബി? ഇറ്റ് ഈസ് ദ യൂണിറ്റ് പവർ ചേഞ്ച്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാക്യമാണ്. ഇറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് പവർ ചേഞ്ച്. പവറിൻ്റെ അല്ല, പവർ ചേഞ്ചിൻ്റെ. പവർ എത്ര വ്യത്യാസമുണ്ട് അതിൻ്റെ യൂണിറ്റാണ് ഡെസിബൽ. ഡി ബി ഇസ് എ യൂണിറ്റ് പവർ ചേഞ്ച്. കൺസിഡർ 2 പവേഴ്സ് P1 ആൻഡ് P2. ഇലക്ട്രിക് പവർ അറിയാമല്ലോ, V²/R. വാട്ടിൽ അളക്കുന്ന ഇലക്ട്രിക് പവർ V²/R ആണ്, അല്ലെങ്കിൽ I²R ആണ് പവർ എന്ന് പറയുന്നത്. പവർ നമ്മൾ സാധാരണ വാട്ടിൽ അളക്കുന്നത്. 2 പവർ വിചാരിക്കണം, P1 ആൻഡ് P2. Consider 2 powers P1 and P2. Then power gain is given by AP. Power gain നമ്മൾ പഠിക്കുന്നതാണ്, ആംപ്ലിഫയറിലൊക്കെ പഠിക്കും. പവർ ഗെയിൻ ഈസ് AP ഈസ് P2/P1. P2/P1. ഇറ്റ്സ് കോമൺ ലോഗരിതം. കോമൺ അതായിരിക്കുമല്ലോ, കോമൺ. ഇറ്റ്സ് കോമൺ ലോഗരിതം. കോമൺ ലോഗരിതം ഈസ് നോൺ ആസ് പവർ ലെവൽ ഇൻ ബെൽ. അപ്പോൾ അതിൻ്റെ കോമൺ ലോഗരിതത്തെ നമ്മൾ പവർ ലെവൽ എന്ന് പറയും. പവർ ലെവൽ ഇൻ bell. In decibel, the power level is written as GP. GP na AP ക്ക് വരെ GP എന്ന് എഴുതും. GP is 10 log AP. That is expressed in dB and base of this logarithm is 10. അപ്പോൾ യൂണിറ്റ് ഓഫ് പവർ ചേഞ്ച് അതിന് ഡെസിബൽ എന്ന് പറയും. നമ്മൾ പവർ ലെവൽ എന്ന് ഇവിടെ വിളിക്കും. നമുക്കറിയാം ഈ അബ്സൊല്യൂട്ട് പവർ ഗെയിൻ AP P2/P1 ആണ്. അതിൽ കോമൺ ലോഗരിതം എടുക്കണം. അപ്പോൾ ബെല്ലിലുള്ള പവർ കിട്ടും. അതിനെ 10 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഡെസിബൽ കിട്ടും. കാരണം 1 ബെല്ല് 10 ഡെസിബലാണ്. 1 ബെൽ ഈസ് 10 dB. സോ ഐ ഷാൽ റീഡ് ഇറ്റ് വൺസ് അഗെയിൻ. വാട്ട് ഈസ് 1 dB? ഇറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് പവർ ചേഞ്ച്. കൺസിഡർ 2 പവേഴ്സ് P1 and P2. These power, then power gain is given by AP is P2/P1. Its common logarithm is called the power level in dB. Bell, power level in bell. In decibel, the power level is written as GP is 10 log AP. അപ്പോൾ 10 log AP എന്ന് എഴുതണം. log AP ബെല്ലിലാണ്. അപ്പോൾ അത് 10 കൊണ്ട് വിളിക്കുമ്പോൾ ഡെസിബലായിട്ട് മാറുന്നത്. സോ GP is 10 log AP. That is in dB. dB means decibel. So the formula is again repeated here. That is GP is equal to 10 log P2/P1 decibel. Similarly, if PI is the input power and PO is the output power, നമ്മൾ ഇൻപുട്ട് പവർ PI എന്നും ഔട്ട്പുട്ട് പവർ നമ്മൾ PO എന്ന് സൂചിപ്പിക്കാറുണ്ട്. അപ്പം അങ്ങനെയാകുമ്പോൾ P2/P1 നമുക്ക് PO/PI എന്ന് പറയാം. Similarly, if PI is the input power and PO is the output power of the amplifier, its decibel power gain is given by GP is equal to 10 log PO/PI dB or 10 log AP. PO/PI is AP, absolute power gain. അപ്പോൾ ഓർക്കുക, നമ്മൾ ഈ പവർ ഗെയിനിന് ഒരു ആംപ്ലിഫയറിന് നമുക്കറിയാം കറണ്ട് ഗെയിനുണ്ട്, വോൾട്ടേജ് ഗെയിനുണ്ട്, പവർ ഗെയിനുണ്ട്. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ നമ്മൾ ആംപ്ലിഫയർ പഠിക്കണം. ആംപ്ലിഫയറിൻ്റെ ആപ്ലിക്കേഷനായിട്ടാണ് ഡെസിബൽ വരുന്നത്. അപ്പോൾ വോൾട്ടേജ് ഗെയിൻ AV എന്ന് പറയും, പവർ ഗെയിൻ AP എന്ന് പറയും. ഈ പവർ ഗെയിനിനെ എക്സ്പ്രസ് ചെയ്യുന്ന മറ്റൊരു ടേമാണ് GP. GP പറയുമ്പോൾ അതിന് dB എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് പവർ ഗെയിൻ ഇൻ DB?
That is GP is equal to, the symbol is GP is equal to 10 log AP or 10 log PO by PI. It is to be noted that, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, it is to be noted that dB is the unit of power change. dB എന്നുള്ളത് പവർ ചേഞ്ചിൻ്റെ യൂണിറ്റാണ്, അല്ലാതെ പവറിൻ്റെ അബ്സൊല്യൂട്ട് പവറിൻ്റെ യൂണിറ്റ് അല്ല. ആൻഡ് നോട്ട് ഓഫ് പവർ ഇറ്റ്സെൽഫ്, പവറിൻ്റെ യൂണിറ്റ് അല്ല, പവർ ചേഞ്ചിൻ്റെ യൂണിറ്റാണ് dB എന്ന് പറയുന്ന യൂണിറ്റ്. ഇനി ഒരു dB എങ്ങനെ ഡിഫൈൻ ചെയ്ത് നമുക്ക് നോക്കാം. ഡെഫിനേഷൻ ഓഫ് 1 dB. വാട്ട് ഈസ് 1 dB എന്ന് ചോദിച്ചാൽ മോൾ ഡെഫിനേഷൻ പറയണം, ഇനി ആ മോളിലെ ആ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കണം, ഈ ഡെഫിനേഷൻ കൂടി പറയണം. എന്താ ഡെഫിനേഷൻ ഓഫ് എ dB? We have decibel power gained by GP is 10 log P2 by P1. Let GP is 1 dB. അതാണ് ഡെഫിനേഷൻ. Let GP is 1 dB. 1 is 10 log P2 by P1 or PO by PI. P2 by P1, that is 1 by 10. 10 താഴെ കൊണ്ടുവന്നു. 1 by 10 is log P2 by P1. That is log P2 by P1. ഈ 1 by 10 0.1 ആണ്. അപ്പോൾ അങ്ങനെ എഴുതും, log P2 by P1 is 0.1. ടേക്ക് ആൻറ്റി ലോഗരിതം. ഇപ്പോൾ ലോഗരിതമാണ് എഴുതിയിരിക്കുന്നത്, അതിൻ്റെ ആൻറ്റി ലോഗരിതം കാരണം നമുക്കറിയാമല്ലോ, ലോഗരിതം ആൻറ്റി ലോഗരിതം. അപ്പോൾ ആ കാൽക്കുലേറ്ററിൽ നിന്ന് നമുക്ക് ആൻറ്റി ലോഗരിതം കണ്ടുപിടിക്കാവുന്നതാണ്. 0.1ൻ്റെ ആൻറ്റി ലോഗരിതം 1.26 ആണ്. അപ്പോൾ P2 by P1 is 1.26. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ P2 is 1.26 P1 എന്ന് കിട്ടും. ഈ 1.26നെ പെർസെൻറ്റേജ് ആക്കുക. നമുക്കറിയാം, ഒരു നമ്പറിനെ, ഒരു സംഖ്യയെ പെർസെൻറ്റേജ് ആക്കാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 126% എന്ന് കിട്ടും. ദാറ്റ് ഇസ് P2 ഈസ് 126% ഓഫ് P1. ഓർക്കണം, ഒരു സംഖ്യയെ നമ്മളതിൻ്റെ പെർസെൻറ്റേജ് ആക്കാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1.26നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 126 എന്ന് കിട്ടും. P2 126% ഓഫ് P1 ആയിട്ട് മാറും. അങ്ങനെ ആകാൻ വേണ്ട പവറിനെയാണ് 1 dB എന്ന് വിളിക്കുന്നത്. സോ 1 dB ഈസ് ഡിഫൈൻഡ് ആസ് ദി ഇൻക്രീസ് ഓഫ് പവർ ഓഫ് ഇൻക്രീസ് ഇൻ പവർ ഓഫ് ഓർ ഇൻക്രീസ് ദ പവർ ഓഫ് 26%. അപ്പോൾ 126% ആകെ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം 26% വർധനവ്. നേരത്തെ ഉള്ളത് 100 ആയിരിക്കും, 1 ആണ്. 1.26 ആയത്, അല്ലെങ്കിൽ 100% 126 ആയത്. അപ്പോൾ ഇൻക്രീസ് 26 അപ്പോൾ 26% പവർ കൂടാൻ വേണ്ട ആ പവർ ലെവൽ, ഇൻക്രീസ് ഓഫ് പവർ, അതിനെ വിളിക്കുന്ന പേര് 1 dB. സോ 1 dB ഈസ് ഡിഫൈൻഡ് ആസ് ദി ഇൻക്രീസ് ഓഫ് പവർ ഓഫ് 26%. ഓർക്കണം, ഇവിടെ എന്തുകൊണ്ട് 126 എഴുതുന്നില്ല? കാരണം ആദ്യമേ 1 ഉണ്ട്, അത് 1.26 ആക്കുകയാണ്. പെർസെൻറ്റേജ് പറഞ്ഞാൽ ആദ്യമേ 100 ഉണ്ട്, അത് പിന്നീട് 126% ആകുകയാണ്. വർധനവ്, ഇൻക്രീസ് 26% ആണ്. അപ്പോൾ ഇപ്പോഴുള്ള പവറിൽ നിന്ന് 26% പവർ ലെവൽ കൂട്ടാൻ വേണ്ട ആ പവർ ചേഞ്ചിനെ വിളിക്കുന്ന പേരാണ് 1 dB. ഇനി ഇതിനെ ബേസ് ചെയ്ത് ചില ക്വസ്റ്റ്യൻസാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് 1 dB represents an increase of power of 20%. 1 dB 26% പവറിൻ്റെ വർധനവ് കാണിക്കും. അത് മുകളിൽ പറഞ്ഞ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലമാണ്. ഫൈൻഡ് ദ ഡെസിബൽ ഇൻക്രീസ് ഇൻ ദ പവർ ഔട്ട്പുട്ട് power level of an amplifier when its input power increases from 4 watt to 8 watt, 8 watt to 16 watt. What is the change in power in dB in each case? ഇത് ശരിക്കും 2 പ്രോബ്ലമാണ്. ഒന്നാമത്തെ പ്രോബ്ലത്തിൽ പറയുന്നത് 4 വാട്ട് പവർ 8 വാട്ട് പവർ ആക്കിയാൽ എത്രയാണ് ഡെസിബൽ ഇൻക്രീസ് ഇൻ പവർ. അതുപോലെ രണ്ടാമത്തെ പ്രോബ്ലം 8 വാട്ട് 16 വാട്ട് ആക്കിയാൽ എന്താണ് ഡെസിബൽ ഇൻക്രീസ് ഇൻ പവർ. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത ഉള്ളത്, ഈ 4 വാട്ട് 8 വാട്ട് ആക്കുകയാണെങ്കിൽ വ്യക്തമായി നമുക്കറിയാം 8 - 4 വാട്ടാണ് ഇൻക്രീസ് ഓഫ് പവർ ആബ്സൊല്യൂട്ടായിട്ട് പറയുമ്പോൾ. അതുപോലെ 8 വാട്ട് 16 വാട്ട് ആക്കുമ്പോൾ ഇൻക്രീസ് ഓഫ് പവർ 8 വാട്ടാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രോബ്ലത്തിൽ 4 വാട്ട് ഇൻക്രീസ്,
രണ്ടാമത്തെ പ്രോബ്ലത്തിൽ 8 വാട്ട് ഇൻക്രീസ്, അതായത് അബ്സല്യൂട്ട് പവർ ഇൻക്രീസ്. എന്നാൽ ഡെസിബലിൽ ഈ രണ്ട് കേസിലും പവർ കണക്ക് കൂട്ടിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഉത്തരം സെയിം ആണെന്ന്. 4 വാട്ടിൽ നിന്ന് 8 വാട്ട് ആക്കിയാലും 8 വാട്ടിൽ നിന്ന് 16 വാട്ട് ആക്കിയാലും നമ്മുടെ ഡെസിബൽ പവർ ഇൻക്രീസ് അത് സെയിം വാല്യൂ ആയിരിക്കും. അതെങ്ങനെയാണ് നമുക്ക് കാണിക്കാം. ഇവിടെ നോക്കൂ. We know decibel power GP is 10 log P2/P1 or 10 log AP എന്ന് എഴുതിയാലും മതി. 4 വാട്ട് ടു 8 വാട്ടാണ് ഫസ്റ്റ് കേസ്. അബ്സല്യൂട്ട് പവർ ചേഞ്ച് P2 minus P1 is 8 minus 4, that is 4 watt. Decibel power change is equal to 10 log P2/P1, 10 log 8/4. കാരണം P2 8 ആണ്, P1 4 ആണ്. is equal to 10 log 2, അതായത് 8/4 എന്ന് പറഞ്ഞാൽ 2 ആണല്ലോ. ലോഗ് 2 കോമൺ ലോഗരിതം 0.3010 നമുക്ക് കാൽക്കുലേറ്ററിൽ കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 ഇൻറ്റു 3.3010 എന്ന് പറഞ്ഞാൽ 3.010. 010 നെഗ്ലിജിബിളാണ്. അപ്പോൾ 3 എന്ന് എഴുതിയാൽ മതി. 3 dB. 4 വാട്ട് 8 വാട്ടായിട്ട് ഇൻക്രീസ് ചെയ്താൽ അവിടെ ഡെസിബിൾ ഇൻക്രീസ് 3 dB ആയിരിക്കും. ഈ നമ്പർ 2, 8 വാട്ട് ടു 16 വാട്ട്. വാട്ട് 16 വാട്ട്. ഇവിടെ അബ്സല്യൂട്ട് പവർ ഇൻക്രീസ് 16 മൈനസ് 8 വാട്ടാണ്. പക്ഷേ ഡെസിബൽ ഇൻക്രീസ് നോക്കിക്കോളാം കേട്ടോ. ആ മുമ്പ് കിട്ടിയ 3 dB തന്നെ കിട്ടും. എങ്ങനെ നോക്കിക്കേ. ഡെസിബൽ പവർ P/W എന്ന് എഴുതിയ പവർ എന്ന് വായിക്കണേ. P/W എന്ന് എഴുതിയാൽ പവർ എന്ന് വായിക്കുക. ഡെസിബൽ പവർ ചേഞ്ച് GP is 10 log P2/P1, 10 log 16/8. Again it is 10 log 2, that is 10 into 0.3010, 3 dB. അപ്പോൾ ഇവിടെ കിട്ടുന്നത് 3 dB ആണ്. അപ്പോൾ എന്താണ്, ആദ്യം 4 വാട്ട് 8 വാട്ട്. ഡെസിബൽ ഇൻക്രീസ് പവർ ഈസ് 3 decibel. Here it is 80 watt to 16 watt. Here also decibel increase of power is 3 dB. അപ്പോൾ അതിൻ്റെ ഒരു explain the power gain of 18 dB. അടുത്ത പ്രോബ്ലം കേട്ടോ. explain a power gain of 18 dB. നമ്പർ 2, ഒന്നാമത്തെ ചോദ്യം. Number 2, which power ratio is expressed as minus 23 dB. മൈനസ് 23 dB എന്ന് വെച്ചാൽ ഏത് പവർ റേഷ്യോ ആണ്? മൈനസ് 23 dB. അപ്പോൾ വാട്ട് വോൾട്ടേജ് റേഷ്യോ ഇസ് എക്സ്പ്രസ്ഡ് ആസ് 2 dB. അപ്പോൾ ഇവിടെ ഓരോ ചോദ്യം ഉത്തരം കണ്ടുപിടിക്കണം. ഒന്നാമത്തെ എക്സ്പ്ലൈൻ ദി പവർ ഗെയിൻ ഓഫ് 18 dB. അടുത്ത നമ്പർ 2, വിച്ച് പവർ റേഷ്യോ ഈസ് എക്സ്പ്രസ്ഡ് ആസ് മൈനസ് 23 dB. നമ്പർ 3, വാട്ട് വോൾട്ടേജ് റേഷ്യോ ഈസ് എക്സ്പ്രസ്ഡ് ആസ് 2 dB. So the first part of the question, 1 power gain of 18 dB. AP is, that is P2/P1 is 8. Decibel power gain is given by GP is 10 log AP. Put the value 8 in the place of AP. So GP is 10 log 8. Log 8 കാരണം 0.9031 common logarithm from the calculator. 10 into 0.9031. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് 9.031 എന്ന് കിട്ടും. അതാണ് 8 വാട്ട് അബ്സല്യൂട്ട് പവറിൻ്റെ ഡെസിബൽ വാല്യൂ 9 എന്ന് കിട്ടും. ഇനി അടുത്തത് ഈ GP -23 ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കുന്ന AP എത്രയാണെന്നുള്ളതാണ്. അബ്സല്യൂട്ട് പവർ AP is P2/P1, GP is 10 log AP, that is -23. GP is given -23. -23 is equal to 10 log AP. 10 കൊണ്ട് LHS ഡിവൈഡ് ചെയ്യുക. -2.3 is log AP. AP is equal to അതിൽ ആൻറ്റി ലോഗരിതം കാണണം. കാൽക്കുലേറ്ററിൽ നോക്കണം. ആൻറ്റി ലോഗരിതം
കാണുമ്പോൾ നമുക്ക് 0.005 എന്ന് കിട്ടും. ആ 0.05 പ്രസൻ്റ് ആക്കണം. അതുകൊണ്ട് പ്രസൻ്റ് ആക്കേണ്ട എ പി എഴുതിയാൽ മതി. എ പി സിക്കൽ 0.005, അതാണ് ആൻസർ. അടുത്ത പാർട്ട് വോൾട്ടേജ് ഗെയിൻ ഫോർ 2 dB. വോൾട്ടേജ് ഗെയിൻ ഫോർ 2 dB. നമ്മൾ ഡെസിബൽ വോൾട്ടേജ് ഗെയിൻ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിനെ ജി വി എന്നാണ്. ജി വി ഡെസിബൽ വോൾട്ടേജ് ഗെയിൻ. ഇപ്പോൾ പവർ ഗെയിൻ ജി പി എന്ന് പറയുമ്പോൾ വോൾട്ടേജ് ഗെയിൻ ജി ബി ആണ് 2 ഡെസിബൽ പറയുമ്പോൾ. അബ്സല്യൂട്ടിൽ എ വി ജി ബി എന്ന് പറയും. ഇവിടെ നോക്കുക, വോൾട്ടേജ് ഗെയിൻ നമ്മൾ പറയുന്നത് പിന്നെ അബ്സല്യൂട്ട് ജി ബി എന്നും ഡെസിബലിൽ അബ്സല്യൂട്ടിൽ എ ബി എന്നും ഡെസിബിൾ ജി ബി എന്നുമാണ്. പവർ ഗെയിൻ നമ്മൾ പറയുമ്പോൾ അബ്സല്യൂട്ടിൽ എ പി എന്നും ഡെസിബിൾ ജി പി എന്നും പറയും. അപ്പോൾ ഇവിടെ വോൾട്ടേജ് ഗെയിൻ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 2 dBയിലാണ്. 2 dBയിൽ. അപ്പോൾ വോൾട്ടേജ് ഗെയിൻ എക്സ്പ്രസ് ചെയ്യുമ്പോഴേ ഒരു വ്യത്യാസമുണ്ട് ഫോർമുലയിൽ. ജി പി പോലെ തന്നെ എഴുതുന്നത്, പക്ഷേ വ്യത്യാസം ജി പിക്ക് പോലെ ജി വി കൊടുക്കണം. വോൾട്ടേജ് ആണല്ലോ. ജി വിസ് 10 പോലെ 20 കൊടുക്കണം. ആ 20 എങ്ങനെ വന്നു എന്നുള്ളത് നമ്മൾ താഴെ ഒരു ക്വസ്റ്റ്യനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഡെസിബൽ വോൾട്ടേജ് ഗെയിൻ ഫോർമുല പറയുമ്പോൾ ജി വി ഇസ് ഈക്വൽ ടു 20 log എ വി എന്നാണ് പറയുന്നത്. 20 log. നേരെ മറിച്ച് പവർ ഗെയിൻ പറയുമ്പോൾ, പവർ ലെവൽ പറയുമ്പോൾ ജി പി ഇസ് 10 log എ പി എന്നാണ്. വോൾട്ടേജ് ഗെയിൻ ഡെസിബൽ പറയുമ്പോൾ ജി വി ഇസ് ഈക്വൽ 20 log എ വി എന്നാണ്. അപ്പോൾ മറ്റേതിൽ 10 10 log ആണ്, ഇവിടെ 20 log ആണ്. ഈ 10 മാറി 20 വരുന്നത് എങ്ങനെയാണ് വോൾട്ടേജ് ഗെയിനിലേക്ക് വരുമ്പോൾ? അത് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ഈ ഫോർമുല അങ്ങ് പഠിക്കുക. വോൾട്ടേജ് ഗെയിൻ ജി വിയിൽ പറഞ്ഞാൽ, വോൾട്ടേജ് ഗെയിൻ ഡെസിബിളിൽ പറഞ്ഞാൽ ജി വി ഇസ് ഈക്വൽ ടു 20 log എ വി. ഇവിടെ ജി വി നമുക്ക് 2 dB എന്നിരിക്കുക. അപ്പോൾ 2 LHS കൊടുത്തു. 2 ഈസ് ഈക്വൽ 20 log എ വി. ദാറ്റ് ഈസ് 2/20 ഡിവൈഡ് ചെയ്യണം. 0.2 2 ഈസ് ഈക്വൽ ടു 20. അപ്പോൾ 2/20 0.1 log എ വി ഇസിൽ 0.1. അപ്പോൾ എ വി കാണുമ്പോൾ അതിൻ്റെ ആൻറ്റി ലോഗരിതം എടുക്കുമ്പോൾ 1.26. 0.1 ആൻറ്റി ലോഗരിതം 1.26 ആണ്. അതാണ് എ വിയുടെ വാല്യൂ. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്രസ് ഡെസിബൽ പവർ ഇൻ ടേംസ് ഓഫ് വോൾട്ടേജ് ഗെയിൻ. ഡെസിബൽ പവർ ഇൻ ടേംസ് ഓഫ് വോൾട്ടേജ് ഗെയിൻ, അല്ലെങ്കിൽ ഷോ ദാറ്റ് ജി പി ഈക്വൽ 10 log എ പി ഈ സെയിം ആസ് ജി പി. ജി പിയിലവിടെ ജി വി എന്നാണ് വേണ്ടത്. ജി വി എന്നാണ് വേണ്ടത്. ഇപ്പോൾ ഡെസിബിൾ ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ ജി പി കൊടുത്തത്. ജി വി കേട്ടോ. ജി പി ഇസ് 10 log എ പി സെയിം ആസ് ജി വി ഈസ് ഈക്വൽ. ജി വി എന്ന് തിരുത്തിക്കോളൂ, കുഴപ്പമില്ല. ജി വി ഈസ് ഈക്വൽ 20 log എ വി. അതായത് ജി പി 10 log എ പി എന്ന് പറഞ്ഞാൽ അത് ജി വി 20 log എ വി ആണ്. രണ്ട് സെയിം ആയതുകൊണ്ട് ഇതിനെ ജി പി എന്ന് പറയാം. അങ്ങനെ എഴുതുന്നേ ഉള്ളൂ. ഇപ്പോൾ രണ്ടും ഒരേ വാല്യൂ ആണെന്ന്. ജി പി 10 log എ പി എന്ന് പറഞ്ഞാലും ജി വി 20 log എ വി എന്ന് പറഞ്ഞാൽ സെയിം ഇക്വേഷനാണ്. ആദ്യത്തത് ഡെസിബൽ പവറിൽ, രണ്ടാമത്തത് ഡെസിബൽ വോൾട്ടേജ് ഗെയിനാണ്. ഇപ്പോൾ ഡെസിബൽ വോൾട്ടേജ് ഗെയിൻ്റെ സിമ്പിൾ ജി പി അല്ല ജി വി എന്നാണ്. ഇവിടെ ജി പി എന്ന് എഴുതിയത് രണ്ട് തുല്യമായതുകൊണ്ട് എഴുതിയതാണ്. ബൈ ഡെഫിനിഷൻ ഡെസിബൽ പവർ ഗെയിൻ ജി പി ഇസ് 10 log എ പി. ദാറ്റ് ഈസ് ജി പി ഇസ് 10 log പി ഒ ബൈ പി ഐ. നമുക്ക് എ പി പറയുമ്പോൾ അത് പി ടി ബൈ പി ആണെന്ന് പി ഒ ബൈ പി ഒ എന്ന് പറയാം. പി ഒ ഈസ് ഔട്ട്പുട്ട് പവർ ആൻഡ് പി ഒ ഈസ് ഇൻപുട്ട് പവർ. ഇക്വേഷൻ നമ്പർ 1. ഇനി നമ്മൾ പവർ എപ്പോഴും കാണുന്നത് വി സ്ക്വയർഡ് ബൈ ആർ എന്നാണ്. വി സ്ക്വയർഡ് ബൈ ആർ. പവർ ഔട്ട്പുട്ട് ആകുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് സ്ക്വയർ ബൈ ആർ, വി ഒ സ്ക്വയർ ബൈ ആർ. അപ്പോൾ അതിനർത്ഥം ആറ് മിക്കവാറും ഒരു സർക്യൂട്ടിക് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ പി ഒ പ്രപ്പോർഷണൽ ടു വി ഒ സ്ക്വയർ എന്ന് പറയാം. വി ഒ പ്രപ്പോർഷണൽ, ആറ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പവർ വോൾട്ടേജിൻ്റെ സ്ക്വയറിന് പ്രപ്പോർഷണലാണ് ഇഫ് ആർ ഇസ് കോൺസ്റ്റൻറ്റ്. Similarly, Pi is Vi square.
അപ്പോൾ 2 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 6 വെട്ടിപ്പോയിട്ട്, അല്ലെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി ആണല്ലോ, അപ്പോൾ കോൺസ്റ്റൻറ്റ് വെട്ടിപ്പോയിട്ട് VO² / VI². ഈ VO² / VI² VO/VI ഹോൾ സ്ക്വയർ എന്ന് പറയാം. പുട്ടിങ് ദിസ് ഇൻ ഇക്വേഷൻ 1, നമ്മളെ ജി പിയുടെ സ്ഥാനത്ത് ഇടുക. ജി പിയുടെ സ്ഥാനത്ത് ഇടുമ്പോൾ 10 log VO/VI, കാരണം PO/PI VO/VI² ആണ്. അപ്പോൾ അങ്ങനെ കിട്ടും. ഇനി വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഇനി ജി എന്ന് എഴുതിയാൽ മതി. ആ വോൾട്ടേജിൻ്റെ സിമ്പൽ കൊടുത്തു കഴിഞ്ഞാൽ ജി പിക്ക് പകരം ജി എന്ന് എഴുതിയാൽ മതി. ഇനി തുടർന്ന് അങ്ങോട്ട് ജി എന്ന് എഴുതാം, തെറ്റൊന്നുമില്ല. തുല്യമായതുകൊണ്ട് ജി പി എന്ന് എഴുതിയിരിക്കുന്നു. ജി വി ഇസ് 10 log VO/VI². ദാറ്റ് ഈസ് ജി വി ഓർ ജി പി 20 log VO/VI. VO/VI എ വി ആണല്ലോ, VO/VI. അപ്പോൾ ജി പി ഈസ് ഈക്വൽ ടു 20 log VO. അപ്പോൾ ഈ ലോഗ് എടുക്കുമ്പോഴേ ആ VO/VI² ആണ്. ആ സ്ക്വയറിൽ 2 മുന്നോട്ട് വരും. അങ്ങനെയാണ് 2 × 10 20 ആണ്. ലോഗരിതത്തിൽ ഒരു സ്ക്വയർ വന്നാൽ നമുക്ക് മുന്നോട്ട് എടുക്കാം. അറിയാൻ പറ്റില്ല, log x⁻n, നമ്മുടെ ബേസിക് തിയറം. log x⁻n ഈസ് n log x. ആ രൂപത്തിൽ 2 മുന്നോട്ട് മാറ്റുമ്പോൾ 2 × 10 20 log VO/VI. VO/VI is called AV. So GV is equal to 20 log AV or GP is equal to 10 log AV. Anyway you can write. It is better to write GV when there is voltage gain and GP when there is power gain. GP is 10 log AP. GV is 20 log AV. Both are same representation, same equation, same value they give. This we can call as GV. ഈ ജി പിയെ നമുക്ക് GV എന്ന് വിളിക്കാം. Next question. A system has -23 dB ഓഫ് ലോസ്. മൈനസ് പവർ കാണിച്ചാൽ അത് ലോസ് ആകട്ടെ, പ്ലസ് പവറാണ്, പ്ലസ് dB പവറാണ്, ഗെയിനാണ്. -23 ആണെങ്കിൽ ലോസാണ്. എ സിസ്റ്റം ഹാസ് -23 dB ലോസ്. കമ്പ്യൂട്ട് ഇറ്റ്സ് എഫിഷ്യൻസി ഓഫ് ട്രാൻസ്മിഷൻ. അതിൻ്റെ എഫിഷ്യൻസി ഓഫ് ട്രാൻസ്മിഷൻ കമ്പ്യൂട്ട് ചെയ്യാൻ. കാൽക്കുലേറ്റ് ദി എഫിഷ്യൻസി ഓഫ് ട്രാൻസ്മിഷൻ. So we know here GP is 10 log AP, that is GP is -23. -23 is 10 log PO/PI or log PO/PI is equal to, നമുക്ക് 10 താഴെ കൊണ്ടുമ്പോൾ -0.23 എന്ന് വരും. അതിൽ ആൻഡിൽ കൊടുക്കുമ്പോൾ PO/PI is 0.005. ഇവിടെ ആൻറ്റി കൊടുക്കട്ടോ -2.3 കാൽക്കുലേറ്റർ കൊടുത്ത് ആൻറ്റി ലോഗ് നോക്കുമ്പോൾ, ആൻറ്റി കോമൺ ലോഗ് നോക്കണം കേട്ടോ, കോമൺ ലോഗ് നോക്കണം, അല്ലാതെ എല്ലാം നോക്കിയാൽ പോരാ. അപ്പോൾ നമുക്ക് PO/PI 0.005 എന്ന് കിട്ടും. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഈറ്റ. ഏത് ആംപ്ലിഫയറിൻ്റെ എഫിഷ്യൻസി നമ്മൾ ഈറ്റ എന്ന് എഴുതും. അത് PO/PI ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.005. എഫിഷ്യൻസി എക്സ്പ്രസ് ചെയ്യുന്നത് പെർസെൻറ്റേജിലാണെങ്കിൽ ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.5%. സോ എഫിഷ്യൻസി ഓഫ് ദി ട്രാൻസ്മിഷൻ ഓഫ് ദി ഡിവൈസ്, ദി ആംപ്ലിഫയർ, ഈസ് ഈക്വൽ 0.5%. That is all with your first class on decibel power system. Thank you very much. We continue. Thank you.